രാമേന്ദ്ര, വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ് ഇന്നും സുപ്രീം കോടതി എടുക്കുന്നത്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ് അവരുടെ ഒരു വിധി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നത്. പക്ഷേ എന്തോ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്ന് കരുതിക്കൊണ്ടാകണം സുപ്രീം കോടതി പുനഃപരിശോധനയ്ക്ക് എടുക്കുന്നു, പുനഃപരിശോധന ആരംഭിക്കുന്നു. പക്ഷേ നമ്മളുടെ വാർത്താ മാധ്യമങ്ങൾ, അത് മുഖ്യധാരയാകട്ടെ അല്ലാത്തതാകട്ടെ, അവരൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ പോയിന്റിലാണ്. സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന വിഷയം മാത്രം വെച്ചുകൊണ്ടാണ് ഈ പുനഃപരിശോധനയെ അവർ കേന്ദ്രീകരിക്കും. സത്യത്തിൽ അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നല്ലേ? അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദമായിട്ടെ. അതിൻ്റെ അകത്ത് 7 ചോദ്യങ്ങൾ ആണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. അതിലിതുണ്ടോ? അതായത് ആ 7 ചോദ്യത്തിൻ്റെ അകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇത് എന്താന്ന് വെച്ചാൽ, സുപ്രീം കോടതി ഒരു വിധി, അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഈ ലിംഗ സമത്വത്തിന് വിരുദ്ധമാണ് സ്ത്രീ പ്രവേശനം ഇത്തരം ആരാധനാലയങ്ങളിൽ നിഷേധിക്കുന്നത് എന്നുള്ളതായിരുന്നല്ലോ വിധി 2018 സെപ്റ്റംബറിൽ. അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും അവിടെ, അത് ആർത്തവവും അങ്ങനെയൊന്നും നോക്കിയിട്ട് വേണ്ട, എല്ലാ സ്ത്രീകൾക്കും അവിടെ പ്രവേശനം വേണം എന്നുള്ളതായിരുന്നു വിധി. അത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയിൽ കുടുങ്ങിയിട്ടാണ് ആ വിധി വന്നിരിക്കുന്നത്. അല്ലാതെ അവിടുത്തെ ആചാരങ്ങൾ, ഉദാഹരണത്തിന് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ, ആ പ്രതിഷ്ഠയുടെ സങ്കല്പം ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ആചാരപരമായ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് നോക്കിയിട്ടില്ല. അപ്പൊ അതിന് ആ വിധിക്കൊരു ബേസിക് ഡിഫക്റ്റ് ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ല ഗോഗോയുടെ. അപ്പൊ അത് സുപ്രീം കോടതിക്ക് അത്യാവശ്യം ബോധ്യമുള്ളത് കൊണ്ടാണ് 9 അംഗ ഭരണഘടനാ ബെഞ്ച്, 5 അംഗ ബെഞ്ചാണ് നേരത്തെ വിധിച്ചത്, വിശാലമായ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവര് 7 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് തന്നെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ആ തെറ്റ് തിരുത്താൻ വേണ്ടി സുപ്രീം കോടതി തന്നെ ചെയ്യുന്നതാണ്. 10-60 ഹർജികൾ പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞൊക്കെ വന്നിരുന്നു. കേരളം മറ്റേ സുപ്രീം കോടതി വിധിയെ അനുകൂലിച്ചതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ 7 ചോദ്യങ്ങൾ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. ആ 7 മറ്റേ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉടനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 7 ചോദ്യങ്ങൾ ഇതാണ്. അതായത് 1, ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിന് കീഴിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ സാധ്യതയും പരിധിയും എന്താണ്? 2, ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരമുള്ള വ്യക്തികളുടെ അവകാശത്തിനും 26-ാം അനുച്ഛേദ പ്രകാരം പ്രത്യേക വിശ്വാസി സമൂഹത്തിൻ്റെ അവകാശത്തിനും ഇടയിലുള്ള പരസ്പര ബന്ധം എന്താണ്? ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയ സാധനങ്ങളാണ് ഈ 25-ാം ഭരണഘടനയുടെ 25-ാം വകുപ്പ്. പ്രത്യേക വിശ്വാസി സമൂഹത്തിന് ചില പ്രത്യേക അവകാശങ്ങളുണ്ട്. പക്ഷേ ശബരിമല അയ്യപ്പനെ സംബന്ധിച്ച് പ്രത്യേക വിശ്വാസി സമൂഹം ഇല്ല എന്നായിരുന്നു അന്നത്തെ വിധി. 3, ഭരണഘടനയുടെ 26-ാം അനുച്ഛേദ പ്രകാരം വിശ്വാസി സമൂഹത്തിൻ്റെ അവകാശങ്ങൾ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നിവയ്ക്ക് പുറമെ ഭരണഘടനയുടെ 3-ാം പാർട്ടിലെ മറ്റു വകുപ്പുകൾക്ക് വിധേയമാണോ? 4, ഭരണഘടനയിലെ 25, 26 അനുച്ഛേദത്തിന് കീഴിലെ ധാർമ്മികത എന്ന വാക്കിൻ്റെ സാധ്യതയും പരിധിയും എന്താണ്? അതിൽ ഭരണഘടനാ ധാർമ്മികതയും ഉൾപ്പെടുമോ? 5, ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരമുള്ള മതാചാരങ്ങൾ കോടതിക്ക് എത്രമാത്രം പരിശോധിക്കാം? 6, ഭരണഘടനയുടെ 25(2)(b)യിൽ പറയുന്ന ഹിന്ദുക്കളിലെ വിഭാഗങ്ങൾ എന്നതിൻ്റെ അർത്ഥം എന്താണ്? 7, വിശ്വാസി സമൂഹത്തിൻ്റെ മതാചാരങ്ങൾ അതിനു പുറത്തുള്ളവർ പൊതു താൽപര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം അംഗീകരിക്കാം? ഈ 7 ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന ദിവസത്തിനകം. അതല്ലാതെ സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ കേരളം കൊണ്ടുപോയി പുതിയ സത്യവാങ്മൂലം കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോ വേറെ ആരെങ്കിലും വിവരദോഷികളോ പറഞ്ഞാൽ അതിന് അർത്ഥമില്ല. അതായത് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം
ഈ 7 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. ആ. അല്ലാതെ ആ സർക്കാർ നേരത്തെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള സത്യവാങ്മൂലം തിരുത്തി വേറെ കൊടുക്കേണ്ടതില്ല. ഇല്ല, അതാണ് പ്രശ്നം. പക്ഷെ ആ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ. അത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുന്നത് അതെനിക്ക് മനസ്സിലാവണല്ലോ എന്താ. മണ്ടത്തരമാണ്. ഈ 7 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം സുപ്രീം കോടതിയുടെ വിധിയിൽ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി തന്നെ തിരുത്തും. അതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്നും വ്യക്തമാവും. കെ പരമേശ്വരനെയാണ് അമിക്കസ് ക്യൂറിയായിട്ട് നിയമിച്ചിരിക്കുന്നത്. എൻ്റെ നാട്ടുകാരനാണ്, തൃപ്പൂണിത്തുറക്കാരനാണ് കെ പരമേശ്വർ. പരിചയമുള്ള ആളാണ് അല്ലേ? എനിക്ക് പരിചയമൊന്നുമില്ല, നല്ല പരിചയമൊന്നുമില്ല. പക്ഷെ കെ പരമേശ്വർ തൃപ്പൂണിത്തുറക്കാരനാണ്. 19 വർഷമായിട്ട് സുപ്രീം കോടതിയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശിലെ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു പരമേശ്വർ. ഇവിടുത്തെ ഈ നേവൽ ബേസിലെ സ്കൂളിലാണ് പഠിച്ചിരുന്നതൊക്കെ. PS നരസിംഹയുടെ ജൂനിയർ ആയിരുന്നു. സുപ്രീം കോടതിയിൽ കൊച്ചി നേവൽ സ്കൂളിൽ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഹൈദരാബാദിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിയമബിരുദം അദ്ദേഹം നേടിയിരുന്നത്. മുമ്പ് ഈ കേസുകളിൽ തന്നെ അമിക്കസ് ക്യൂറിയായിരുന്ന രാജു രാമേന്ദ്രന്റെ സഹായിയായിരുന്നു പരമേശ്വർ. എന്ന് പറഞ്ഞാൽ ഈ കേസുമായി പരമേശ്വറിന് അത്യാവശ്യം ബന്ധമുണ്ട്. അമിക്കസ് ക്യൂറിയുടെ ജോലി എന്താണ്? സുപ്രീം കോടതിയെ ഇത്തരം സങ്കീർണമായ പ്രശ്നങ്ങളിൽ സഹായിക്കുക എന്നുള്ളതാണ്. അത് പരമേശ്വർ ചെയ്തോളൂ. അപ്പോൾ 2019 നവംബറിൽ ചീഫ് ജസ്റ്റിസ് ഗൊഗോയ് അടങ്ങിയ 5-അംഗ ബെഞ്ച് ഇത് 7-അംഗ ബെഞ്ചിന് വിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇപ്പോൾ 9-അംഗ ബെഞ്ചിൽ ആരൊക്കെ ഉണ്ടാകുന്നുള്ള ഉത്തരവ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പുറപ്പെടുവിക്കാനിരിക്കുന്നേ ഉള്ളൂ. അത് ഉടനെ വരും. 9-അംഗ ബെഞ്ചിൽ ആരൊക്കെയായിരിക്കും അംഗങ്ങൾ എന്നുള്ളത് വരാൻ പോകുന്നു. ഇതിപ്പോൾ ഇനി പുനഃപരിശോധന നടക്കുന്നത് ഏപ്രിൽ 7-ാം തീയതി മുതലാണ്. നമ്മളെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സമയമാണത്. ഇവിടെ തെരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം തന്നെ അയ്യപ്പ കോപം വേണ്ടത്രയുണ്ട്. നേരത്തെയുള്ള ഈ കൊള്ളയ്ക്ക് പുറമെ മറ്റേ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ വേറെ വന്നിരിക്കുന്നു. 3 തരം കണക്കുകൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഈ 3 തരം കണക്ക് ശരിയാണോ എന്നറിയാൻ ഇനി AKG സെൻറ്ററിൽ നിന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ നിയമിക്കേണ്ട അവസ്ഥയുണ്ട് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ 4 കണക്ക് വരും. കാരണം പാർട്ടി സാധാരണഗതിയിൽ കണക്ക് പാർട്ടി കമ്മിറ്റിയിലൊക്കെ ഇങ്ങനെയാണല്ലോ കണക്ക് അവതരിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു കണക്കിൻ്റെ കാര്യത്തിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ഉണ്ടാക്കുന്ന കണക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമല്ലോ, എപ്പോഴും അതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ നിലനിൽക്കും. അപ്പോൾ അങ്ങനെ അതിനു പുറമെയാണ് ഇനി സ്ത്രീ പ്രവേശനം കൂടി ആ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സർക്കാരിൻ്റെ സമീപനം സ്ത്രീ പ്രവേശനം വേണം എന്നുള്ളതായിരുന്നു. ഇന്നലെ കോടതിയിൽ ഈ പ്രശ്നം വന്നപ്പോൾ കേരളത്തിൻ്റെ വക്കീൽ ജയദീപ് ഗുപ്ത അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുമ്പോൾ ഞങ്ങൾ, അതായത് കേരളം, ഇതിൻ്റെ അകത്ത് ഈ റിവ്യൂവിനെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ച് പോന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. ഇത് കേട്ടിരുന്നവർ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം ഈ പ്രശ്നം വീണ്ടും എടുത്തിടുകയാണേ. കേരളം ഇങ്ങനെയായിരുന്നു നിലപാട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് പുള്ളി പറഞ്ഞില്ലെങ്കിലും വേറെ ആരെങ്കിലും പറയും. അതെ. അപ്പൊ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇതിന് 2 നോഡൽ ഓഫീസർമാരുണ്ട്. ഈ റിവ്യൂവിനെ അനുകൂലിക്കുന്നവർക്ക് ഒരാള്, എതിർക്കുന്നവർക്ക് ഒരാള്, 2 വക്കീൽമാര്. ആ നോഡൽ ഓഫീസർമാരായിട്ട് ഈ നിഷ് രാജൻ ശങ്കർ എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ ഒരു വക്കീലുണ്ടായിരുന്നു. അങ്ങേരെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങേരെ നിയമിക്കുന്നതിനെ എതിർത്തുകൊണ്ടാണ് ജയദീപ് ഗുപ്ത സംസാരിച്ചത്. അതും കേരളത്തിന് തിരിച്ചടിയായിരുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ വക്കീല് വേറൊരു നിലപാട് ഇപ്പോൾ എടുത്തു തുടങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി 7-ാം തീയതി മുതൽ, ഏപ്രിൽ 7-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഈ റിവ്യൂ പെറ്റീഷനേഴ്സ്, റിവ്യൂ വേണം എന്ന് പറയുന്ന പെറ്റീഷനേഴ്സ് ഉണ്ടല്ലോ, ഹർജിക്കാർ, അവരുടെ ഭാഗം കോടതിയിൽ പറയും. ഏപ്രിൽ 14 മുതൽ 16 വരെ അതിനെതിരായ വിഭാഗത്തിന്റെ വാദങ്ങൾ അവിടെ പറയും. റിവ്യൂവിനെ
എതിർക്കുന്നവരുടെ, ഓപ്പോസ് ചെയ്യുന്നവരുടെ അത് കഴിഞ്ഞ് 21-ാം തീയതി റിജോയിൻഡർ സബ്മിഷൻസ്, രണ്ട് വാദത്തിനും എതിരായ എതിർപ്പ് ഉള്ള കാര്യങ്ങളൊക്കെ പറയും. 22-ാം തീയതി പരമേശ്വർ അമിക്കസ് ക്യൂറി കോടതി എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം അദ്ദേഹം 22-ാം തീയതി പറയും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ഈ റിവ്യൂവിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രേക്ഷകർക്ക് ഇത് വ്യക്തമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ കേരളത്തിന്റെ സത്യവാങ്മൂലം എന്നൊക്കെ പറഞ്ഞ പരിപാടികളൊന്നുമില്ല. സുപ്രീം കോടതിക്ക് ആ വിധിയിൽ 2018 നവംബർ വിധിയിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് സുപ്രീം കോടതി തന്നെ പരിശോധിക്കുക, എന്നിട്ട് ഒരു വിധി പറയാൻ പോവാണ്. അതല്ലാതെ ഇനി ഇതിൻ്റെ അകത്ത് 7 ചോദ്യം, ആ 7 ചോദ്യം ഞാൻ വായിച്ചു. അതിൻ്റെ അകത്ത് ആചാരവും ധാർമ്മികതയും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ സ്ത്രീ പ്രവേശനം വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ പറ എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം ആ എണ്ണത്തിലില്ല. മാത്രമല്ല, ഇതിൽ ശബരിമലയുടെ കാര്യം മാത്രമല്ല, ഇതില് മറ്റ് മതങ്ങളിലുള്ള ആരാധനാലയങ്ങളിലെ സ്ത്രീ പ്രവേശനം കൂടി ഈ 9-അംഗ ബെഞ്ച് പരിശോധിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തില് ഇന്ത്യയില് പൊതുവായിട്ടുള്ള ഒരു കൺസെപ്റ്റായിട്ട് വരികയാണ്. അതായത് നേരത്തെ വേണമെങ്കിൽ ഇത് നമ്മൾ മറ്റ് പല ബില്ലുകളുടെയും പോലെ ഒരു ബില്ലാണത്, എല്ലാവർക്കും ബാധകമാകുന്നത്, എല്ലാ മതം അല്ലേ, ഒരു നിയമം വരെ പരിശോധനയാണ് ഈ വരുന്നത്. അങ്ങനത്തെ ഒരു ചർച്ച ഇല്ല ശരിക്കും നമ്മുടെ സമൂഹത്തിൽ. അതായത് ഈ നമ്മളുടെ കേരളത്തിലെ ശബരിമലയിലെ സ്ത്രീപ്രവേശം മാത്രമാണെന്നുള്ള രീതിയിലാണ് ആളുകൾ സത്യത്തിൽ. ഞാൻ നേരത്തെ ഇങ്ങനെ ഒരു ബെഞ്ച് 9-അംഗ ബെഞ്ച് വരാൻ പോകുന്നു സൂര്യകാന്ത് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിത് വിശദീകരിച്ചതാണ്. ഇതെല്ലാ കാര്യങ്ങൾക്കും സ്ത്രീ പ്രവേശനം മറ്റു മതത്തിൽ എങ്ങനെയെന്നുള്ളതും കൂടി പരിശോധിച്ച് ഒരു തീരുമാനം അതിൽ പറയുന്നതാണ്. മുസ്ലിം പള്ളികളിൽ പോലെയുള്ള പ്രവേശനം പോലും ഇതിനകത്ത് ബാധകമാണ്. അതാള് അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ 2019 അന്നത്തെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ തന്നെ ഒരു 50-അംഗ ബെഞ്ച് ഉണ്ടാക്കിയിരുന്നു. 9-അംഗ ബെഞ്ച് നേരത്തെ തന്നെ ഉണ്ടായതാണ്. അതാണ് ഞാൻ പറയുന്നത്, പുതിയതല്ല, ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അന്നത്തെ 9-അംഗ ബെഞ്ച് പല ആളുകൾ റിട്ടയർ ചെയ്ത് പോയല്ലോ, അതുകൊണ്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഈ 9-അംഗ ബെഞ്ച്. കോവിഡും ഒക്കെ ആ സമയത്ത് വന്ന് തടസ്സം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ 7 പ്രശ്നങ്ങൾ, ഞാൻ 7 ചോദ്യങ്ങൾ പറഞ്ഞത് മതസ്വാതന്ത്ര്യം, നമ്മുടെ 25, 26 ഭരണഘടനയുടെ വകുപ്പുകളിലെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ 2020 ഫെബ്രുവരി 10-ാം തീയതി തന്നെ ഇതിനുള്ള പ്രോസസ്സൊക്കെ തുടങ്ങിയിരുന്നതാണ്. ഈ ചോദ്യങ്ങളൊക്കെ അന്നേ ഉള്ളതാണ്, പുതിയ ചോദ്യങ്ങളല്ല. അവയ്ക്കുള്ള മറുപടി മാർച്ച് 14-നകം കൊടുക്കണം. അതാണ് മാർച്ച് 14-നകം തന്നെ കേരളവും ആ 7-എണ്ണത്തിന് മറുപടി കൊടുക്കുമ്പോൾ ഈ അവരുടെ നിലപാട് എന്താണ്, നേരത്തെ ഉള്ളതാണോ, പുനഃപരിശോധനയ്ക്ക് അനുകൂലമാണോ പ്രതികൂലമാണെന്ന് അതിൻ്റെ ഉത്തരത്തിൽ നിന്നൊരു പിടി കിട്ടും, നമുക്ക് സൂചന കിട്ടും. അപ്പോൾ മറ്റേ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ഇന്നലെ സംസാരിച്ചിരുന്നു. കേന്ദ്രം അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം മറ്റേ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമല്ല കേന്ദ്രം, വളരെ വ്യക്തമാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. അപ്പോൾ റിവ്യൂവിനെ അനുകൂലിക്കുന്നവർക്ക് വേണ്ടി ഹാജരാകുന്നത് കൃഷ്ണകുമാർ സിംഗ് എന്ന് പറഞ്ഞ വക്കീലാണ്. അതാ ഞാൻ പറഞ്ഞ പ്രോസസ്സൊക്കെ കറക്റ്റാണ്. അതിൻ്റെ വക്കീലിനെയൊക്കെ കോടതിയെ വെച്ചിരിക്കുന്നത്. അതിനെതിരായി നിൽക്കുന്നവർ, റിവ്യൂവിനെതിരായി നിൽക്കുന്നവരുടെ വക്കീൽ ശാശ്വതി പാരി ആണ്. അപ്പൊ ശാശ്വതി പാരിയുടെ കൂടെയാണോ കേരളം എന്നുള്ളത് നോക്കിയാൽ മതി, നമുക്ക് പിടികിട്ടും. അതായത് കൃഷ്ണകുമാർ സിംഗിന്റെ ആണോ കൂടെയാണോ കേരളം, ശാശ്വതി പാരിയുടെ കൂടെയാണോ, ഏത് വക്കീലിനെയാണ് കേരളം നിയോഗിക്കുന്നതെന്ന് നോക്കിയാൽ മതി. കെ പരമേശ്വർക്ക് പുറമെ പരമേശ്വരനെ സഹായിക്കുന്നത് ശിവം സിംഗ്, അമിക്കസ് ക്യൂരി ശിവം സിംഗ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കക്ഷികളും സ്വീകരിക്കുന്ന നിലപാട് ഇന്നതാണ്, എതിർക്കുന്നവർ ഇങ്ങനെ, അനുകൂലിക്കുന്നവർ ഇങ്ങനെ എന്നൊക്കെ ഈ ശിവം സിംഗ് കോടതിയെ ബോധ്യപ്പെടുത്തും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ.
പുനഃപരിശോധന വേണ്ട എന്നാണ് കേരളം പറയുന്നതെങ്കിൽ കേരളം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഏത് വക്കീലിനോടാണ് ഇതൊക്കെ തെര്യപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ 2018 നവംബറിൽ ഭക്തിക്ക് ലിംഗ വിവേചനം പാടില്ല എന്നുള്ളതായിരുന്നു വിധി. 4-1 ഭൂരിപക്ഷത്തിനാണ് സുപ്രീം കോടതി വിധിച്ചത്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമാകാം എന്ന് പറഞ്ഞിരുന്നു. ഇന്ദു മൽഹോത്ര അതിൽ ഭിന്നാഭിപ്രായം എഴുതി. ഇന്ദു മൽഹോത്രയുടെ ഭിന്നാഭിപ്രായം ഞാൻ അന്ന് തന്നെ വായിച്ചിരുന്നു. അതാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുകയും ചെയ്തിരുന്നു. ഇന്ദിരാ മൽഹോത്ര ഒരു സ്ത്രീയാണല്ലോ. ആ ബെഞ്ചിലെ ഏക സ്ത്രീയായിരുന്നു അവര്. സ്ത്രീയുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതായിരുന്നു ആ പുരുഷ കേസരികൾ ജഡ്ജിമാർ നോക്കേണ്ടിയിരുന്നത്. കാരണം പുരുഷന്മാർക്കല്ലല്ലോ ആർത്തവം വരുന്നത്, സ്ത്രീക്കല്ലേ. അപ്പോൾ അന്ന് ഇന്ദിരാ മൽഹോത്ര പറഞ്ഞത് കുറച്ചുകൂടി അവർ ശ്രദ്ധിച്ച് കേട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം, ഇന്ദു മൽഹോത്ര പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കേരളം രക്ഷപ്പെട്ടാനെ, CPM രക്ഷപ്പെട്ടാനെ. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, RF നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ് ഇങ്ങനെ പുരോഗമനവാദികളായിരുന്നല്ലോ ബെഞ്ചിലുണ്ടായിരുന്നത്. ചന്ദ്രചൂഡൊക്കെ വലിയ പുരോഗമനവാദിയല്ലേ. പക്ഷെ അയോധ്യയിൽ ശ്രീരാമൻ അദ്ദേഹത്തിന് വഴി നടത്തി എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അയോധ്യ വിധി എഴുതിയത്, എല്ലാവർക്കും വേണ്ടി എഴുതിയത് ചന്ദ്രചൂഡായിരുന്നു. അപ്പോൾ അയ്യപ്പ ഭക്തർ പ്രത്യേക മതവിഭാഗമല്ല എന്നതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ശ്രീരാമകൃഷ്ണ മിഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ആണ് എന്നൊക്കെ പറഞ്ഞ് അവർ വാദിച്ചിട്ട് അവർക്ക് പ്രത്യേക വിധിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പ ഭക്തന്മാർ പ്രത്യേക മതവിഭാഗമല്ല എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 1965 ഹിന്ദു ആരാധനാലയ നിയമം ഉണ്ട്. അതിൽ ഈ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ മറ്റേ പ്രത്യേക പ്രായത്തിലുള്ളവർ പോകരുത് എന്നുള്ള ഭാഗം ആ 1965 ഹിന്ദു ആരാധനാലയ ആക്റ്റിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. പിയേഴ്സ ഈ വിധി വരുമ്പോഴും പിണറായി സർക്കാരും CPM വിധിയെ അനുകൂലിക്കുമ്പോഴും ഒക്കെ ആക്റ്റിൽ ഇത് ഉണ്ടായിരുന്നു. ആക്റ്റിലെ ആ വ്യവസ്ഥ സുപ്രീം കോടതി നീക്കി. ഈ സ്ത്രീ പ്രവേശനം, പ്രത്യേക പ്രായത്തിലുള്ളവർ ശബരിമലയിൽ പ്രവേശിക്കരുതെന്ന ആക്റ്റിലുണ്ടായിരുന്നു. അത് സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു ആ വിധിയുടെ ഭാഗമായിട്ട്. ഇനി ആ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കുകയൊക്കെ വേണം ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. സുപ്രീം കോടതിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് റിവ്യൂവിൽ പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കണം എന്നുള്ളതാണ് NSS, SNDP രണ്ട് ശക്തമായ സമുദായ സംഘടനകളും റിവ്യൂവിനെ അനുകൂലിച്ചാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഗൗരവമായ ചർച്ചയായിരിക്കും. ശരിക്കും അതിരൂക്ഷമായ തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അല്ലേ? എന്ന് പറഞ്ഞാൽ വീണ്ടും വളരെ വേഗത്തിൽ CPM തോക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നർത്ഥം. അതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള റിസൾട്ട് അതായിരിക്കും. പക്ഷേ വേണമെങ്കിൽ വളരെ തന്ത്രപൂർവ്വം അല്ലെങ്കിൽ കൗശലപൂർവ്വം അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം അവർക്ക് നിലപാടെടുത്ത് മാറാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് സുപ്രീം കോടതിക്ക് തെറ്റുപറ്റിയോ എന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്കും തെറ്റുപറ്റി എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ മതി. അല്ല, സുപ്രീം കോടതിയോട് പറഞ്ഞാൽ അങ്ങനെ സുപ്രീം കോടതിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പരിശോധിച്ചു ഞങ്ങൾ അതിന്റെ കൂടെ പറഞ്ഞ് തീർന്നല്ലേ പ്രശ്നം. അതെ, ഇന്നലെ P രാജീവ് സംസാരിക്കുമ്പോൾ യെസ് എന്നും നോ എന്നും ഇതിൽ ഏത് പറയണം എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഈ S രാമേന്ദ്രൻ പിള്ള പണ്ടൊക്കെ പറഞ്ഞിരുന്ന പോലെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടേ ഇങ്ങനെ ഒരു അഴകുഴമ്പൻ സമീപനത്തിലാണ്. ഇത് പറഞ്ഞില്ല, സുപ്രീം കോടതിക്ക് തെറ്റ് പറ്റിയെന്ന് സുപ്രീം കോടതി പരിശോധിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിൽ വിരോധമില്ലെന്ന് പറഞ്ഞാൽ ഈ സാധനം അവസാനിച്ചില്ലേ? അതെ. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലും മറ്റേ വീഡിയോകൾ വരുവേ, തന്ത്രിക്ക് സൗകര്യമില്ലെങ്കിൽ രാജിവെച്ച് പൊക്കോട്ടെ എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ പഴയ കാര്യങ്ങളായിട്ട് കണക്കാക്കിയാൽ മതിയല്ലോ. അതെ, മാറാത്തതൊന്നുമില്ല എന്നുള്ള കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് പറഞ്ഞു. അതെ, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, ഗോവിന്ദ മാഷ് പറഞ്ഞതും ഈ ബബ്ബ ആയിരുന്നല്ലോ. കാരണം ഈ മാർസിലൊന്നും അല്ല ഇതിന് ഉത്തരവുള്ളത്.
കാൾ മാർക്സ് ഇന്ത്യയെ പറ്റി 33 ലേഖനങ്ങൾ ന്യൂയോർക്ക് മറ്റേ ഹെറാൾഡ് ട്രിബ്യൂണിൽ എഴുതിയത് മുഴുവൻ അസംബന്ധമാണെന്ന് കൊള്ളാവുന്ന മാർക്സിസ്റ്റ് പണ്ഡിതന്മാര് ഐജാസ് അഹമ്മദും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെന്ന് ഇത് മാർക്സിനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അല്ല, ഈ മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണെന്ന് മാർക്സ് പറഞ്ഞാണല്ലോ ഗോവിന്ദ മാഷി പറയുന്നത്. അല്ല, ഞാൻ ആ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ? 57 അല്ലല്ലോ നമ്മളിപ്പോൾ ഈ 2026 എന്ന് പറയുന്നത്. എത്രയോ കാലം കഴിഞ്ഞിരിക്കുന്നു, എന്തെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇവരാരെങ്കിലും തന്നെ പഴയ കമ്മ്യൂണിസ്റ്റുകളാണോ? അതുമല്ല. ഓരോ കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറയുന്നത് ഈ മാർക്സിസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് തങ്ങളുടെ പ്രശ്നങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് തോന്നുകയാണ്. അവർ തിരുത്തട്ടെ. ഇവർ ആ ഉത്തരം മാത്രം പറഞ്ഞു പോയാലേ, കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാവി ബലങ്ങൾ എന്ന് പറഞ്ഞ മാർക്സിന്റെ ലേഖനത്തിൽ അയാൾ പറഞ്ഞിരിക്കുകയാണ്, ഹനുമാൻ എന്ന് പറഞ്ഞ കുരങ്ങിനെയും മറ്റേ പശുവിനെയും ആരാധിക്കുന്ന അപരിഷ്കൃത ജനതയാണ് ഹിന്ദുക്കൾ എന്ന്. അയാൾ പറഞ്ഞത് മണ്ടത്തരാണെന്ന് ഗോവിന്ദനും പിണറായി വിജയനും പറയാമെന്ന്. കാരണം ഐജാസ് അഹമ്മദിനെ പോലെയും മറ്റേ അതിനെന്താ കുഴപ്പം? അങ്ങനെ പറഞ്ഞതിനെന്താ കുഴപ്പം? അത് ഇവരെന്തിന് ഈ അങ്ങേരെ പറയുന്നത് എല്ലാനും ഈ പ്രമാണവാക്യമാണ് എന്ന് പറയുന്നതേ മണ്ടത്തരമാണല്ലോ. അതെ, നമുക്ക് അങ്ങേര് പറഞ്ഞതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എടുക്കാം, ഇല്ലാത്ത കളയാം. അത്ര ആ സമീപനത്തിലേക്ക് ഇവരെത്തേണ്ടത് ആവശ്യമാണെങ്കിൽ ഒരു യാഥാർത്ഥ്യ ബോധമുള്ള മനുഷ്യൻ എന്ന് പറയുന്ന പരിഗണനയിലേക്ക് ഇവരെല്ലാം കടന്നു വരിക. ഈ ബബ്ബൊക്കെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ ഇത്രയേ ഉള്ളൂ ഉത്തരം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഉത്തരമാണ് രാജീവിനെ പോലുള്ള ആളുകൾ പറയേണ്ട കാര്യമുള്ളൂ. ഇത് സുപ്രീം കോടതിയുടെ ഒരു വിഷയമാണ്, നമ്മളുടെ വിഷയമല്ല. സുപ്രീം കോടതിക്ക് തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് തോന്നുന്നു. അവർ പരിശോധിക്കട്ടെ. നമ്മളതിന് അനുകൂലമാണെന്ന് പറഞ്ഞ് വീഡിയോസൊക്കെ വരും, അതിനനുസരിച്ച് പിന്നെ സംസാരിച്ചാൽ മതി. എത്രയും നേരത്തെ നിലപാട് വ്യക്തമാക്കിയാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലത്. നേരത്തെ നിലപാട് വ്യക്തമാക്കിയാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷമിക്കേണ്ടി വരില്ല അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.